പടക്കം പൊട്ടിച്ച് ഞാനാണെന്ന് തോന്നി. അപ്പം തന്നെ ഞാൻ ഡോറ് പതുക്കെ ചാരി. കാരണം ഞാൻ ചാരി. കാരണം പുള്ളി വളർത്താനാണോ കൊല്ലാനാണോന്നറിയില്ല. ഈ റിലീസ് കഴിഞ്ഞപ്പോൾ അത്ഭുതത്തോടെ എന്നെ നോക്കിയിട്ടുണ്ട്. നിങ്ങളാണ് ഈ ലാലേട്ടൻ്റെ കൂടെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണിച്ചതൊക്കെയാണ് ഈ സിനിമയിൽ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതെ, നമുക്കറിയാം നമ്മൾ തല്ലാനാണെന്നാണ്. കൊച്ചു പാവത്തിനെ തല്ലാനാണ് 5 പേര് ഇങ്ങനെ ആലോചിക്കണം കേട്ടോ. കൊച്ചു രവഞ്ചേട്ടനെ തല്ലാൻ ടൂൾസ് എടുക്കട്ടെ എന്ന് നോക്കിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഞാൻ വിളിച്ചറിഞ്ഞ് കാണുന്നെങ്കിലും ചിലപ്പോൾ വലിയ സിനിമയിലൊക്കെ ചിലപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി പോകും. ഓരോ പുള്ളിക്കും ചിലപ്പോൾ ഇത് ആരാണെന്നൊക്കെ ചോദിക്കേണ്ടി വന്നു തന്നെ. പക്ഷെ അതൊരു ഭയങ്കര ഭാഗ്യമാണത്. അത് എനിക്ക് കിട്ടിയേക്കണ മാത്രം ഭാഗ്യമാണത്. ഒന്നാം തീയതി കുപ്പി പൊട്ടിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കണ്ണൊക്കെ ശരിക്കും പറഞ്ഞാൽ വെളിയിൽ റോഡിൽ കിടക്കും. അവസാനത്തെ സിനിമ ചെയ്യുന്നവരും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പുള്ളി കാറിലിരുന്നിട്ട് വിളിച്ചൂട്ടൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ടാണ് പോയത്. ഷോട്ട് എടുത്തിരുന്ന സമയത്ത് ഇങ്ങനെ തട്ടും പറ്റത് ആലോചിക്കാൻ വേണ്ടി. അങ്ങനെ അപ്പോൾ എന്ത് ചൂടാ ഒന്നുമില്ല. അതാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ വന്ന് വലിയ കണ്ടുകൊണ്ട് കാണിക്കും. ഇവിടെ ക്യാമറ വെച്ചിട്ട് സാക്ഷൻ എൻ്റെ എടുക്കണമെങ്കിൽ നമ്മ പറഞ്ഞത്. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കൊപ്പം ആക്ടർ ബിജുക്കുട്ടൻ അദ്ദേഹമാണ്. നമസ്കാരം സർ. നമസ്കാരം. പൊതുവേ നമ്മുടെ ഈ ഷോയിൽ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ടെന്ന് തുടങ്ങാം. നമുക്കിന്ന് മുന്നിന്ന് പിന്നോട്ടേക്ക് പോവാം. വാഴയിൽ നിന്ന് പിന്നോട്ടേക്ക് പോവാം. ഓക്കെ, എല്ലാവരും മുന്നോട്ടേക്കാണ് വന്നതല്ലേ? ഇവിടെ അങ്ങനെ പിന്നോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നാൽ മതി. മുന്നോട്ട് വരാൻ കുറെ പാടുപെട്ടേ. ഇല്ല, ഇപ്പോഴത്തെ സംസാരം ഇതായത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോയിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ. വാഴ ഇത് 20 വർഷത്തോളമായി. ഈ ഒരു കറക്റ്റ് 20 വർഷം. 2006 തുടങ്ങി 2026 വന്ന് നിൽക്കുന്ന ഈ യാത്രയിൽ ഇങ്ങനെയൊരു സ്വീകരണം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പം പുതുതായിട്ടായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ സ്വീകരിക്കുന്നത് അല്ലെ അംഗീകരിക്കുന്നത്? ഇതൊരു ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് തരുന്നത്. കാരണം ഈ കാര്യഗൗരവമുള്ള സാധനങ്ങളൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്കത് വന്നു ചേരുമെന്നൊക്കെ നമുക്കും അറിയാം. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ സംസാരിക്കാൻ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. പിന്നെ തമാശ അല്ലാതെ ഇത്തിരി കൂടി കരയിപ്പിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഇമോഷൻസ് രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് പേര് നേരത്തെ ഇതിന് മുമ്പൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു എന്താ പറയണ ഈ ഒരു കാര്യത്തോട് അടുത്ത് വന്നിട്ടില്ല. പക്ഷെ അവരെ കുറച്ച് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇതുപോലെ എന്താണ് എല്ലാ മലയാളികളും ഓർത്തിരിക്കുന്നത് പോലെ എല്ലാവരും ഇപ്പം എന്താണ് ചെറിയ ദുഃഖത്തിൽ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ ഇത്ര പെട്ടെന്ന് അങ്ങനെ കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അപ്പം എല്ലാം ഭാഗ്യമാണ്, എല്ലാം ഭാഗ്യം. അതുപോലെ തന്നെ വിപിൻ ദാസിൻ്റെ സവിൻ സായുടെയൊക്കെ അവരെയും കൂടി നല്ല മനസ്സ്. ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയായിരുന്നു എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാനുണ്ടായി? അല്ല, അതുവരെ കോമഡി റോള് ചെയ്ത എനിക്കിത് പറ്റുമെന്ന് എവിടെയായിരുന്നു വിപിൻ ദാസ് ചിന്തിച്ചിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചോദിച്ചു വെറുതെ എന്തിനാ ഞാൻ സിനിമ ഔട്ടാവണോ? അല്ല, ചെയ്ത് ചെയ്യുമ്പോഴെങ്കിലും എങ്ങനെയായിരുന്നു ഈ റോള് വന്നിരുന്നത്? നമ്മുടെ ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറായ ഹാരിസ് ദേശം, പുള്ളിയാണ് എന്നെ വിളിച്ച് പറയണത്. ഇങ്ങനെ ചേട്ടാ ഒരു പടം വന്നപ്പോൾ ഞാൻ പടമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ സാധാരണ എന്തെങ്കിലും കോമഡി പരിപാടിയായിരിക്കും എന്ന് കരുതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് പടമാണെന്ന് വെച്ചപ്പോൾ വാഴയുടെ 2 പാർട്ട് ആണ് എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കറിയാം പാർട്ട് 2 വരാൻ പോകുന്നുണ്ടെന്നറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറക്ടർ വിളിച്ച് പറയുമെന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ ഡയറക്ടർ സവിൻ വിളിച്ചിരുന്നു, ചേട്ടാ ഇങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഈ വാഴ 2 കേട്ടപ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല. അതിനകത്ത് എന്ത് വഴിപോക്കനായാൽ പോലും നമുക്ക് പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കരുതി എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് കരുതി. പിന്നെ സിനിമയല്ലേ കൈവിട്ട് പോകണ്ടെന്ന് കരുതി ഞാൻ പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് നിന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് സവനോട് ചോദിച്ച്, ഞാനിവിടെ എറണാകുളത്ത് വേറൊരു അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് വെച്ച്. അയ്യോ ചേട്ടാ ഞങ്ങൾ രാത്രി കുറച്ച് കാര്യങ്ങൾ എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ, ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല.
ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്ത് വരെ വന്നിട്ടുണ്ട്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് നമ്മളെ ലൊക്കേഷൻ അയച്ചു ഞാൻ ചെന്ന് അങ്ങനെ കണ്ടപ്പോഴാണ് കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഒരു പാരൻ്റാണ് ഒരു കുട്ടിയുടെ. അപ്പോൾ അയാൾ വിനായകനെ കാണിച്ചെന്ന് ഇതിൻ്റെ മോനായിട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഇതിനകത്ത് പാരൻ്റ് ആയിട്ട്. അപ്പോഴും ഞാൻ കരുതുന്നത് ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിലുള്ള എല്ലാ അച്ഛന്മാരും മക്കളും ഇതിനകത്തുണ്ട്, ഇത് അവരുടെ കൂട്ടുകാരന്മാരിലൊരു മോൻ അതിൻ്റെ അച്ഛൻ ആയിരിക്കും എന്നാണ് അപ്പോഴും ഈ 4 എന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ 4 പേരാണ്, മറ്റവർ ഈ സിനിമയിലില്ല. ഇത് പുതിയ പിള്ളേർ അതിൻ്റെ നമ്മൾ വാഴ കണ്ടതിന് ശേഷം ഇവരുടെ ഒരു ബയോപിക് ആണല്ലോ ഇനി കാണിക്കാൻ പോണത്. അപ്പോൾ അതിനകത്ത് ഒരാളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയണത്. സിനിമ കണ്ടു, കേരളം മുഴുവൻ, മലയാളികളല്ലാത്തവരും കണ്ടിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വീകരിച്ചു. ഒരുപാട് കോളുകളും പ്രശംസകളും ഇപ്പോൾ ചേട്ടൻ വരുന്നുണ്ടാവും. അതിലേറ്റവും പ്രതീക്ഷിക്കാത്തതോ അല്ലെങ്കിൽ ഏറ്റവും അധികം സന്തോഷം തന്നതായിട്ടുള്ള ഒരു കോള്? ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റികളായാലും അതുപോലെ തന്നെ ഈ പൊളിറ്റിക്സിലുള്ള ഒക്കെ ആയാലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ MP ഉണ്ടല്ലോ എ റഹീം, പുള്ളിയുടെ വൈഫ് ആണെന്നും പറഞ്ഞ്, വൈഫാണ് അമൃത, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ആളുടെ വൈഫാണ്, ഞങ്ങൾ സിനിമ കണ്ട് ഡൽഹിയിലാണ് സിനിമ കണ്ടത്. അപ്പോൾ അച്ഛനൊക്കെ ആയിട്ടാണ് പോയത്, അമ്മ ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ സാധാരണ ഈ അങ്ങനത്തെ ആളുകൾ വിളിക്കുമ്പോൾ നമ്മൾ കരഞ്ഞെന്നൊന്നും പറയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കരച്ചിൽ വന്ന് ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞ് തിയേറ്ററിൽ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ പോയി കാണും, ചേട്ടൻ പോയി കണ്ടാൽ ഉടനെ വിളിക്കും എന്ന്. അപ്പോൾ നമ്മൾ മറ്റവരൊക്കെ നമുക്ക്, കാരണം സിനിമയിലുള്ളവരൊക്കെ വിളിക്കുമെന്നൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും വിളിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത്, ആ സമയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പം വാഴ മാത്രമല്ല, ആടും മഹാവിജയം നേടി നിൽക്കണം, ആട് 3. അപ്പോൾ 2 സീക്വൽ ചിത്രങ്ങളുടെ ഭാഗമായിട്ട്, 2 സീക്വൽസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ 2ലും ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്. ഇതൊരു സമയമാണ്, അങ്ങനെ സമയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ സമയം സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യം സമയമൊക്കെ തന്നെയാണത്. അത് എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണത്. ഭാഗ്യം, പിന്നെ അതുപോലെ തന്നെ എന്താണ് സമയം എന്നുള്ളതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഞാൻ. ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷം ഞാൻ മിമിക്രി കളിച്ച് അങ്ങനെ അങ്ങോട്ട് വന്നല്ല. ഞാൻ മിമിക്രി കളിച്ച് ഒരു കുറച്ചധികം ട്രൂപ്പുള്ളി കളിച്ചത് കൊണ്ട് എനിക്ക് ഒരു ചാനലിൽ ടിനി ടോമും പക്രവും ഞാനൊക്കെ ആയിട്ടൊരു സൂര്യ TV ആദ്യം വന്ന് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ നേരത്തെ പ്രോഗ്രാമിന് പോയിരുന്നു. പക്ഷെ അവർക്കൊരു പ്രോഗ്രാം കിട്ടിയപ്പോൾ അതിനകത്ത് കൂടി നമ്മളെയും കൂടി ചെയ്ത് അങ്ങനെയാണ് ആൾക്കാരൊക്കെ അറിയണത്. മറ്റത് ആളുകൾ അറിയുമെങ്കിലും സ്റ്റേജിൽ കുറച്ചിരിക്കുന്ന ആളുകളല്ലേ അറിയുള്ളൂ, പിന്നെ നമ്മളെ കാണുന്നില്ല. TV കുറച്ചും കൂടി വൈഡായിട്ടുള്ള പരിപാടിയില്ലേ, അപ്പോഴാണ് നമ്മൾ ആളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ആ പരിപാടി സവാരി ഗിരിഗിരി എന്നുള്ള പരിപാടി നല്ല സൂപ്പർ ഹിറ്റ് ആവുകയും അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഏഷ്യാനെറ്റിൽ 5 സ്റ്റാർ തട്ടുകട തുടങ്ങുകയും അത് അടിക്കടി പടപടയെന്നാണ്. കഴിഞ്ഞ ഉടനെ ഒട്ടും ഗ്യാപ്പില്ലാതെ ഒരു 2-3 മാസത്തെ ഗ്യാപ്പ് കൊണ്ട് 5 സ്റ്റാർ തട്ടുകട തുടങ്ങി. 5 സ്റ്റാർ തട്ടുകടയിൽ മമ്മൂക്ക കാണുകയും ജോർജ് സാറ് കാണുക, പിന്നെ ബെന്നിച്ചേട്ടൻ, ബെന്നിപ്പി നായരമ്പലം കാണുകയും അവർ രണ്ടുപേരും, ജോർജ് സാറിന് മാത്രമേ അറിയാത്തുള്ളൂ എന്നാണ്, ബാക്കി എല്ലാവരും അറിയാനാ. ഞാനായിട്ട് അറിയില്ലെങ്കിലും ബെന്നിച്ചേട്ടനൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്താണ്, എനിക്കറിയാം. പക്ഷെ എഴുതി വെക്കുന്നൊന്നും എനിക്കറിയില്ല. ബെന്നിച്ചേട്ടൻ എഴുതി മമ്മൂക്കനെ അറിയിച്ച്, മമ്മൂക്കക്ക് ഇഷ്ടമായി, എനിക്കറിയാം അവനാന്ന് പറഞ്ഞ്. പിന്നെ ലാൽ ക്രിയേഷൻസിലെ ലാലേട്ടൻ പറഞ്ഞു മതി കുഴപ്പമില്ല. അവരൊക്കെ ഒന്നിച്ച് നിന്ന് എന്നിട്ടാണ് നമ്മുടെ ജോർജ് സാറിനോട് മമ്മൂക്കാണ് പറഞ്ഞതെന്നാണ്, അവൻ കുഴപ്പമുണ്ടാവില്ല, അവൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഒരു ഭാഗ്യം കൊണ്ട് അതങ്ങ് വന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ, വലിയ സിനിമകൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭാഗ്യമാണത്. ഈ പറഞ്ഞതും വലിയൊരു ഭാഗ്യമാണ്. കാരണം 10-20 വർഷമായെങ്കിൽ പോലും ഇപ്പോഴും സിനിമയിൽ എന്നേലും നന്നായിട്ടൊക്കെ, എന്നേലും സീനിയോറിറ്റി ഉള്ളതും ഒരുപാട് കഴിവുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ സമയമുണ്ട് അവർക്കൊക്കെ. ഈ സമയത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എന്താണ് പെട്ടെന്നൊരു ഭാഗ്യം
എനിക്ക് രണ്ട് കാര്യങ്ങളിലും കിട്ടി. ഇപ്പോൾ സിനിമയിലും പെട്ടെന്ന് കിട്ടി, ആ സിനിമയിൽ കോമഡി ആയിട്ടാണ് കിട്ടിയെങ്കിലും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമല്ലോ കുറച്ച് ഇത്തിരി കനമുള്ള സാധനമൊക്കെ ചെയ്യണമെന്ന്. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും എനിക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയപ്പോഴും ഒരു ഭയങ്കരമായിട്ടുള്ള ഗ്രാവിറ്റി ഉള്ള സാധനം തന്നെ കിട്ടിയത്. പിന്നെ നമ്മളെ ഉദ്ദേശിക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു നോട്ടം കാര്യങ്ങൾ, ചെറിയ ഡയലോഗ് പറഞ്ഞ് അവൻ അതിനകത്ത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വലുതായിട്ട് വലിയ ക്യാരക്ടറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വലിയ ക്യാരക്ടർ കിട്ടി. അത് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ജനങ്ങൾ പറയണത്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. സമയവും ഭാഗ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമയിലുള്ളതാണ്. അത് സമയമുണ്ട്. സിനിമ ഒരു മാജിക് ആണല്ലോ. ആ മാജിക് തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞു എൻട്രി പോത്തൻ ബാബ എന്ന് പറയുന്ന ഒരു സിനിമയില് മമ്മൂട്ടി സാറിനൊപ്പം ത്രൂ ഔട്ട് ഒരു റോള്. അതുപോലെ എങ്ങനെയായിരുന്നു ഇപ്പൊ മമ്മൂക്ക് തന്നെ സജസ്റ്റ് ചെയ്താണ് അവനൊക്കെയാണെന്ന്, എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുന്നുണ്ട്? അത് ഇതുപോലെ തന്നെ നമ്മൾ ഈ 5 സ്റ്റാർ തട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻഡ്രോ ജോസഫ് ഏട്ടൻ്റെ കോള് വന്ന് ഇങ്ങനെ സിനിമയിൽ. അപ്പോൾ ആൻഡ്രോ ജോസഫ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. കാരണം നമ്മൾ സിനിമയാണ് നമ്മുടെ ഏറ്റവും ഫൈനൽ പീക്ക് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് കുറേ നാൾ കഴിഞ്ഞ് മറ്റേ ടി വിയിലൊക്കെ വന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയാമെന്ന് തന്നെ. ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാം ഈ 5 സ്റ്റാർ തട്ടുകൾ നടക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് എന്നെ ഈ സിനിമയിൽ വിളിക്കുന്നത്. അപ്പം ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ നമ്മുടെ മൊത്തത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ടിനിട്ടോം, ഞാൻ, പക്രു, അങ്ങനെ രാജ സാഹിബ്, പിന്നെ എന്താണ് ഷൈജു അടിമാലി, അങ്ങനെ കുറേ ഞങ്ങളെ 5 സ്റ്റാർ തട്ടുകളിലുള്ള 5 പേരും മെയിനായിട്ട് നിന്നിട്ടുള്ള പരിപാടി. അപ്പോൾ അത് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇത് വന്നത്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാവൂലേ ചേട്ടാ എന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്താ, ഞങ്ങളൊരു പ്രോഗ്രാം പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഒരു 30 ദിവസം അവിടെ പോകേണ്ടി വരും, 10-20 പരിപാടികളും ഉണ്ട്, അപ്പോൾ അത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എന്തോ ചെറിയ വേഷത്തിനാണെന്ന് കരുതി. അപ്പോൾ പിന്നെ വീണ്ടും പിറ്റേ ദിവസം വിളിച്ചു. അത് എന്തായി? അല്ലോ നടക്കൂല കേട്ടോ അത് പരിപാടിക്ക് പോകണമെനിക്ക്. അതിക്ക് മുന്നൊരു സിനിമക്ക് തന്നെ വിളിച്ചിട്ടേ ഒരു ചെറിയ സീൻ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് 10 ദിവസം കൊണ്ട് ഞാൻ അവിടെ നിന്ന് എന്നിട്ട് എടുക്കാൻ പറ്റിയില്ല അത്. അപ്പം ഞാൻ കരുതി അങ്ങനെയൊക്കെ എന്തെങ്കിലും സാധനമായിരിക്കും, ചിലപ്പോൾ നമ്മൾ അവിടെ കിടന്നു പോകും എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ടിനി എന്നെ വിളിച്ചു. എടാ ഈ ആൻഡ്രോ ജോസഫ് ഒന്ന് എന്നെ വിളിച്ചിട്ട് നീ സിനിമക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ആൻഡ്രോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അല്ല അത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് പുള്ളി സിനിമയിലെ മൊത്തം. എനിക്കറിയാൻ പാടില്ല. അപ്പം നിന്നെ വിളിച്ചിട്ട് നീ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പ്രോഗ്രാമിന് പോകണ്ടേ? അത് ശരിയാണല്ലോ. അപ്പോൾ ടിനിക്കും അറിയില്ല എന്താണെന്നുള്ളത്, എത്ര വലിയ സാധനമാണെന്നുള്ള അറിയാൻ പാടില്ല സിനിമയാണെന്നുള്ളത്. അപ്പം ടിനി പറഞ്ഞ് അത് അയ്യോ നമ്മുടെ സമയം ആ സമയം ഒരുമിച്ചാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഞാനതല്ലേ പോവാത്തത് എന്ന് പറഞ്ഞ്. അപ്പം ഞാനാണെങ്കിൽ അത്രയും നാളും എഗ്രിമെൻ്റ് ചെയ്യാത്ത ഞാനാണെങ്കിൽ ഈ ടീമിനെ വിളിച്ചു വരുത്തി എഗ്രിമെൻ്റ് ചെയ്യിപ്പിച്ച് ഒപ്പിടാന്ന് പറഞ്ഞു. ഒരിക്കലും ഒപ്പിടാത്ത ഞാനാണ്. പുള്ളി എന്നോട് പറഞ്ഞ് ബിജു എന്തിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണല്ലേ, നമുക്കൊരു പരസ്പര ഒരു ബന്ധമില്ല, ഇനി എന്തോ ഒപ്പിടണം, അതൊന്നും പറ്റൂല, പണ്ടത്തെ കൂട്ടൊന്നും കളി നടക്കൂല, നിങ്ങളിങ്ങൾ വാന്ന് പറഞ്ഞാൽ അവരെ വിടണം കണ്ട് വിളിച്ചു വരുത്തി ഒപ്പിടാന്ന് പറഞ്ഞ് ഒപ്പിടിച്ച് പിന്നെ അവർ വിടും. എല്ലാം ഇപ്പം സമയത്തിൻ്റെ ഒരു പ്രശ്നം, നല്ലതുകൊണ്ട് ചീത്തതുണ്ടല്ല. പിറ്റേ ദിവസം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ജോസേട്ടൻ വിളിച്ച്. അപ്പം എൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആരാണ്, ഞാൻ പറഞ്ഞാൽ ആ പുള്ളി തന്നെയാണ് എന്ന് പറഞ്ഞാൽ. ചേട്ടാ ഞാനുണ്ടാവൂല കേട്ടോ, നമുക്ക് പ്രോഗ്രാമുണ്ട്, താനിതൊന്ന് ഇരുത്തി കേൾക്ക്, എന്നിട്ട് വരണ്ടേന്ന് താൻ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്? ഇതിനകത്ത് മമ്മൂട്ടിയാണ് നായകൻ, മമ്മൂക്കയാണ് ഇതിൻ്റെ നായകൻ. അപ്പം ഞാൻ കരുതി മമ്മൂക്ക നായകനാണെങ്കിൽ എവിടെയെങ്കിലും നല്ല സീൻ അവിടെ ഇവിടെയൊക്കെ വല്ല ചായ കൊണ്ട് കൊടുക്കണതോ അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയും മമ്മൂക്കയാണെങ്കിലും ചെറുതായിട്ടൊരു സ്പേസ് കിട്ടിയാൽ കൊള്ളാം, പക്ഷെ എന്നാലും പരിപാടി കിടക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് മമ്മൂക്ക എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ താനുണ്ട്, മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടി. ഒരു 10-60 ദിവസം വേണ്ടി വരും എനിക്ക് തോന്നുന്നു, മമ്മൂക്ക ഇല്ലാത്തപ്പോൾ പോലും താനുണ്ട് സിനിമയിൽ. അപ്പം അത്രക്കധികം ഇത് ഉള്ള സിനിമയാണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പിന്നെ വേണ്ടിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു ഡയറക്ടർ ജോഷി സാർ. അതെ. അപ്പം ഈ മറ്റേ തൃശ്ശൂർ പൂരത്തിനൊക്കെ കഠിന പൊട്ടണോട്ട് ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓരോ വലിയ വലിയ ഗ്രാവിറ്റി കൂടിയ സാധനം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉഷാ ഉതുപ്പുണ്ട് ഇതിനകത്ത് അമ്മയായിട്ട്, ഉതും ഞെട്ടി. ഞാൻ പുള്ളി ആദ്യമായിട്ട് അഭിനയിക്കണേന്ന് പറഞ്ഞാൽ കണ്ടിട്ട് പോലും ഉഷാ ഉതുപ്പിന. പിന്നെ ലാൽ ക്രിയേഷൻസാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ.
ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് എൻ്റെ തൊണ്ടയിൽ വെള്ളം ഇറങ്ങിപ്പോയി. ഹലോ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കാണിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി സംഭവം വെള്ളം ഇറങ്ങിപ്പോയിന്ന്. പുള്ളി കട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ച്. അപ്പോൾ ഞാൻ എടുത്ത് ചേട്ടാ ഇതെന്ത് ചെയ്യും ചേട്ടാ? അതാണ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യ് എന്ന് പറഞ്ഞു. പിന്നെ ആകെ പ്രശ്നം ഞാൻ ടിന്നോട് പറഞ്ഞപ്പോൾ ടിന്നി പറഞ്ഞു ചേട്ടാ നല്ല സാധനമാണ്, ഇതിനിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പണിയാവും, ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് തന്നെയല്ല പരിപാടിക്ക് പോയി നീയാണെങ്കിൽ പിടിച്ച് എഗ്രിമെൻറ്റും ചെയ്ത് അവരാണെങ്കിൽ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു വെപ്പിക്കാം. അങ്ങനെ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ നമ്മളങ്ങനെ വ്യവസ്ഥയിൽ വ്യത്യാസമൊന്നും കാണിക്കില്ല. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവരെന്തെങ്കിലും കാണിച്ചാൽ എനിക്ക് വരാൻ പറ്റില്ലെന്ന് കട്ടൻട്രിയായിട്ട് പറയാം. പക്ഷേ ഇതിന് പറയാനും പറ്റൂല. അവരെ പിടിച്ച് കൈ പിടിച്ച് ഒപ്പിടിച്ചാണ്. അപ്പോൾ അവർ ഞാൻ 2-3 സ്ഥലത്തൊക്കെ വിളിച്ചു പറഞ്ഞ് ബിജു അത് കുഴപ്പമില്ല, അത് നല്ല സിനിമയുടെ മമ്മൂടെ കൂടെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമല്ലേ, ഒരു കാര്യം ചെയ്യും താൻ ഇവിടെ വാ, അവിടെ പോകണ്ട. അവർക്ക് നമ്മൾ വിളിക്കണ ഖത്തറിലാണെങ്കിൽ ഖത്തറിൽ ചെല്ലാൻ പറയും, ദുബായി പോകണമെന്ന് പറയും. ദുബായി വിളിക്കുമ്പോൾ പറയും ദുബായി വാ, ഖത്തറിൽ പോകണമെന്ന് പറയും. ഓരോരുത്തർക്ക് ഒരേ ഇതാണല്ലോ. അപ്പം നമ്മളും ഈ പറഞ്ഞിട്ട് 5 പേരിൽ ഒരാളായത് കൊണ്ട് പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല. അവസാനം ആരും വിടാണ്ട എല്ലാവരും പറഞ്ഞു നമുക്ക് പ്രോഗ്രാം വരാതിരിക്കാൻ പറ്റില്ല. പ്രോഗ്രാം അന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ല. ഒരു ഗ്രൂപ്പ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു എന്താ പറഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് അവിടെ ഒരു ഉത്സവമായിരിക്കുള്ളൂ. പിന്നെ ഒരു മാസം അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോരുള്ളൂ. ഒരു ടീം വലിയ ടീം ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയല്ല, ഓരോ ദിവസം പോവുക അപ്പോൾ വരിക എന്നുള്ളതാണ്. ഒരു ഫെസ്റ്റിവൽ മൂഡ് പോലെ അങ്ങോട്ട് പോകണേണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുള്ളൂ. ആകെ പ്രശ്നമായി. പുള്ളി ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കണമെന്ന് മമ്മൂക്ക മനസ്സിലായി. അപ്പോൾ ഒരു സാന്റോ ചേട്ടൻ പറഞ്ഞ് മമ്മൂക്ക നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് അറിയാൻ പാടില്ല, നാളെ വാ നമുക്ക് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കാറിൽ കയറി ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു മമ്മൂക്ക നമസ്കാരം. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ് താൻ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. അതെ പുള്ളി വെറുതെ പറഞ്ഞാൽ തമാശ പറഞ്ഞാൽ ശരി, എന്താ പ്രശ്നം? ഞാൻ പറയും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അവരാകുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും, അവർ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് ഒപ്പിടിച്ച് വെറുതെ അല്ല ഓരോരോ കാര്യങ്ങൾ. ലാസ്റ്റ് എന്നോട് ചോദിച്ച് നീ എന്തിനാണ് മിമിക്രി കളിക്കണതും ഒക്കെ, മിമിക്രിയിൽ നിന്ന് മിമിക്സ് പരേഡിലേക്ക് വന്ന് ഇപ്പോൾ TV യിൽ വന്ന് ഇനി നിനക്ക് എന്താണ് നിൻ്റെ ഭാവിയിലേക്കുള്ളത്? അങ്ങനെ സിനിമയാണത്. ശരി ഇപ്പോൾ സിനിമയിലെ കിട്ടിയേക്കണത്. അപ്പോൾ സിനിമയിൽ കിട്ടിയാണ്, പിന്നെ എന്താ വരാത്തത് പരിപാടി. അപ്പോൾ ചോദിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കും, നീ ഒറ്റ മറുപടി അതിന് ഉത്തരം തന്നാൽ മതി. നിനക്ക് സിനിമ വേണോ മിമിക്രി വേണോ? എനിക്ക് സിനിമ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മുന്നൊന്നും നോക്കിയില്ല, എനിക്ക് സിനിമ മതി എന്ന് പറഞ്ഞു. നമുക്ക് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാനും ഈ റിസൾട്ട് ഒന്നും അറിയാൻ പാടില്ല, പൊയ്ക്കോളാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ ചോദിച്ച പറഞ്ഞു കുഴപ്പമില്ല ഡീൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവളോടൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ മമ്മൂക്കെ വിളിച്ചറിഞ്ഞ് അതിനോട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആവുന്ന പരിപാടിയൊക്കെ പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞ് എന്തോ പുള്ളിയെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും പുള്ളിയാണ് പിന്നീടുള്ള പരിപാടികൾക്കൊക്കെ എന്നെ വിടാനൊക്കെ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്. രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇവന് പോകേണ്ടതുണ്ടോ, നമുക്കൊന്ന് പെട്ടെന്ന് തീർക്കണം, ഒരു 2 മണിക്കൊക്കെ തീർത്ത് എന്നെ കയറ്റി വിടും. എന്നിട്ട് അവിടെ പ്രോഗ്രാം ചെയ്ത് 2 ഐറ്റം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് കൊടുക്കും. അങ്ങനെ 2 ബാലൻസ് ചെയ്തിട്ട് പോയി. 2 ബാലൻസ് ചെയ്ത് പോയി. പരിപാടി പെട്ടെന്ന് കുറഞ്ഞ് അവിടെ ഈ 10-20 പരിപാടിയൊക്കെ ഉള്ളത് നേരെ 10 എണ്ണമൊക്കെ ആയിട്ട് കുറഞ്ഞ്. ആ ഒരു 10 എണ്ണത്തിൽ 5-6 എണ്ണം ഒരു 5-10 എണ്ണം പോയി അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അവിടെ, എല്ലാ ദിവസവും അല്ല ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ എല്ലാം പിന്നെ മമ്മൂക്ക അതാണ് പറഞ്ഞത് പോയിക്കോളാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം മമ്മൂക്ക പോകേണ്ട പരിപാടികൾക്കൊക്കെ പുള്ളി വിട്ട്, എമിഗ്രേഷൻ പരിപാടികളും ഇതൊക്കെ പടപടയെന്നൊക്കെ പുള്ളി എവിടെയൊക്കെ വിളിച്ച് റെഡിയാക്കി അങ്ങനെ തന്ന് പുള്ളിയുടെ ഫുൾ സപ്പോർട്ടായിരുന്നു. അതെ 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 അത്രയും വലിയ അങ്ങനെയാണെങ്കിൽ ഇവനെന്തേ റിസ്ക് എടുത്ത് കൊടുക്കണം, നമുക്ക് വേറെ എന്തോരം ആൾക്കാരുണ്ടെന്ന് ചിന്തിച്ചാൽ അതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല അവർ എല്ലാവരും. പിന്നീട് ഒരു 10 സിനിമയോളം മമ്മൂട്ടി സാറിനൊപ്പം ചെയ്തു. മമ്മൂക്കയുടെ കൂടെയാണ് കൂടുതൽ ചെയ്തതാണ്. അതെങ്ങനെ മമ്മൂക്ക എന്നെ സജസ്റ്റ് ചെയ്യുന്നതാണോ ചേട്ടൻ്റെ പേര്? അല്ല, പലതും എന്നോട് വിളിച്ച് പറയുമ്പോഴാണ് അറിയണത്. ഞാൻ അടുത്ത പടം കഥയൊക്കെ പറയുമ്പോൾ മമ്മൂക്കയുടെ കൂടെയാണെന്ന് പറഞ്ഞു. മമ്മൂക്ക വിളിച്ച് പറഞ്ഞിട്ടാണെന്നറിയില്ല. പിന്നെ ലവ് ഇൻ സിംഗപ്പൂരിൽ ഒരു ദിവസം
ഞാൻ സുരായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞ് റാഫി മക്കാടിൻ്റെ പടം തുടങ്ങാൻ വേണം, അന്നങ്ങൾ രണ്ടുപേരും അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. രാത്രി ഒരു ഷോട്ടിൽ, അത് മായാ ബസാറിൻ്റെ ഷോട്ടിൽ ഇതിൽ വെച്ചാൽ പറഞ്ഞത്. പിന്നെ ചിലപ്പോൾ മമ്മൂക്ക പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും കിട്ടിയാക്കണത്. നമുക്ക് എന്തായാലും അറിയില്ല ആരൊക്കെയാണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. നമുക്ക് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞപ്പോൾ എന്നാ വെച്ചോ അതാ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും മമ്മൂക്കയുടെ കൂടെയാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ്റെ കൂടെ പിന്നെ കുറച്ചേ ഉള്ളൂ. മമ്മൂക്കയുടെ കൂടെ കുറേ ചെറുണ്ട്. ഇപ്പോൾ ഈ അവസാനം വന്ന മധുരരാജ വരെ ഒരു 10ഓളം സിനിമകൾ നമ്മൾ വിക്കിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് മമ്മൂക്ക സാറിന്. ഇപ്പം പോത്തൻ ബാവ കഴിഞ്ഞ തൊട്ടടുത്ത സിനിമ തന്നെ മോഹൻലാലിനൊപ്പം, അതും ഒരു ത്രൂ ഔട്ട് വേഷം. ആ ഒരു ഓർമ്മ, അതായത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി കയറുന്ന അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അതും ഒരു ഭാഗ്യം തന്നെയായിരുന്നു. അതെങ്ങനെയായിരുന്നു ആക്സെപ്റ്റ് ചെയ്തത്? അത് ഒരു ദിവസം ഞാൻ ഈ ബെന്നിച്ചേട്ടനെ കാണാൻ വേണ്ടി, ബെന്നിച്ചേട്ടനെ കാണാൻ വേണ്ടിയല്ല, ഞാൻ പോത്തൻ ബാവയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് കാറിൽ പോണ സമയത്ത് ആൻഡോ ചേട്ടനോ ആരോ കാറിലുണ്ടായിരുന്നു, ബെന്നിച്ചേട്ടനോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ആൻഡോ ചേട്ടനെ അവിടെ എവിടെയോ ആക്കണമായിരുന്നു. അവിടെ ആക്കി അവിടെ അന്ന് റൂമിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് അവർ തമ്മിൽ എന്തോ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ എന്നെ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ് ഇതാണ് അൻവർ റഷീദ് എന്ന് പറഞ്ഞ്. പുള്ളി അത് കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാം നമസ്കാരം, നമസ്കാരം, പടം അങ്ങനെയുണ്ട് ഷെയറിനോട് വൈകി ഷൂട്ടിങ് നടക്കണുള്ളൂ. അപ്പോൾ അന്ന് അവർ തമ്മിൽ അടുത്ത പടത്തിൻ്റെ എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എനിക്കറിയാം അൻവർ റഷീദ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം രാജമാണിക്യം സൂപ്പർ ഹിറ്റായിട്ടൊക്കെയാണ് അടുത്ത പരിപാടിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാനങ്ങ് മാറിയെന്ന് ചേട്ടൻ സംസാരിച്ച് എന്നോട് പോയിക്കോളാൻ പറഞ്ഞ് പോന്ന്. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഇവിടെ പോത്തൻപാവയിൽ വീണ്ടും ജോയിൻ ചെയ്ത്. പോത്തൻപാവയുടെ എനിക്ക് തോന്നുന്നു ഡബ്ബിങ് കഴിഞ്ഞന്ന്, ഡബ്ബിങ് ഫുൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാറിന് ഞാൻ അന്ന് സ്കൂട്ടറിന് ഞാൻ പോണ സമയത്ത് ബെന്നിച്ചാറിൻ്റെ കോള് വന്നു. അപ്പോൾ ഞാൻ കരുതിയത് എന്തെങ്കിലും കറക്ഷൻ എന്തെങ്കിലും മാറ്റാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, എടാ ഒന്ന് മാറ്റിയൊന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ ഇത് നമ്മൾ ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ചിലപ്പോൾ നല്ല കുറച്ച് പടങ്ങൾ വരും, വലിയ പടങ്ങൾ അല്ലെങ്കിൽ നീ ചെയ്യണ്ട, അടുത്ത പടം ലാലേട്ടൻ്റെ പടമാണ്, ലാലേട്ടൻ്റെ കൂടെ. ഞാൻ ചോദിച്ചേ മോഹൻലാലിൻ്റെ കൂടെയാണ്. ഞാനാരാണ്? കൂട്ടുകാരൻ. ലാലേട്ടൻ്റെ അപ്പുറം താമസിക്കുന്ന ആളാവാമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചായക്കടക്കാരനാവാമല്ലോ. അന്നും ചോദിച്ച് നീ കൂട്ടുകാരൻ മമ്മൂക്കയുടെ പോലെ തന്നെ. പക്ഷെ അതിനകത്ത് 2-3 കൂട്ടുകാരുണ്ട്, അതിനകത്ത് ഒരു കൂട്ടുകാരൻ. ഞാൻ പറഞ്ഞു അയ്യോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം നടക്കുള്ളൂ. ഇത് 2006, മറ്റേ 2007. അപ്പോൾ ഒരു വർഷം കുറേ സിനിമകൾ വരും. അത് വളരെ ചെറുതൊക്കെയാണ് ഈ ചെയ്യേണ്ട. പിന്നെ ഉള്ള പടങ്ങളൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണ് ഇറങ്ങാനുള്ള, ഷൂട്ട് ചെയ്യാനുള്ള. അപ്പോൾ അതിനകത്തൊന്നും പോയി തലവെക്കണ്ട. അപ്പോൾ മോഹൻലാൽ മമ്മൂക്ക കഴിഞ്ഞാൽ നേരെ ലാലേട്ടൻ. അത് കഴിഞ്ഞാൽ നീ ഏത് പടം വേണമെങ്കിലും പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു വർഷം ഞാനൊന്നും പിടിച്ചില്ലായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അൻവർ റഷീദിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്കൊരു 10-12 ദിവസമായിട്ടുള്ളൂ പോത്തൻ ബാബ ഷൂട്ടിങ് മുഴുവൻ കഴിഞ്ഞ് ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് എന്നോട് വിളിച്ച് ഇങ്ങനെ പറയുകയാണ് ചെയ്തത്. അങ്ങനെ 2007 ചോട്ട മുമ്പേ ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ചാടിക്കറി. അതിൽ ഡയലോഗൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഏറ്റെടുത്തോണ്ടിരിക്കുക. മോനെ ഉപദേശിച്ച് നേരം കളയാണ്ട് മോന് വേണ്ടി പണിയെടുത്തുമായിരിക്കും. പിന്നെ എന്തായിരുന്നു പല്ലിയപ്പം കൂടി കഴിഞ്ഞു. ഫസ്റ്റ് ഷോട്ടാണത്, കുളിക്കണതും ഇൻട്രൊഡക്ഷൻ, എൻ്റെ ഇൻട്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെയാണ് അത് എടുത്തത്. ഫസ്റ്റ് 2ാമത്തെ ദിവസമായിട്ടാണ് അത് എടുത്തത് ഷൂട്ടിങ് തുടങ്ങിയിട്ട്. ആ ഒരു സിനിമേൻ്റെ അകത്ത് രാജംബീൻ ദേവ് സാറിൻ്റെ രംഗത്താന്ന് തോന്നുന്നു, സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിരിച്ചു പോയിട്ട് ലാലേട്ടൻ തിരിഞ്ഞു വന്നിട്ട് നിൽക്കുന്നത്. അതായത് ആ സീൻ ഇപ്പോഴും ഉണ്ട്. ഇപ്പം അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. അത്തരം സീനുകളൊക്കെ ചിരിച്ചു പോയിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. രാജംബീൻ ദേവേട്ടനായിട്ടുള്ളത് പെണ്ണ് കാണാൻ വരുന്ന ആ സമയത്ത് ഞാൻ ഓട്ടോറിക്ഷയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഉള്ള ചിരി നിർത്താൻ പറ്റാത്ത സീനുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ കാര്യമുണ്ട് ലാലേട്ടനപ്പോ അല്ലെങ്കിൽ അല്ലാണ്ടോ? ലാലേട്ടനൊപ്പം മിക്കവാറും ഈ പറഞ്ഞുകൊണ്ട് പുതിയ കൗണ്ടറിട്ട് ചിരിക്കണേലും കൂടുതൽ ഈ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഈ ടേക്ക് എടുത്തതിന് ശേഷം നമ്മൾ സംസാരിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും തമാശ പറയും. അത് ചിലപ്പോൾ മിക്കവാറും പുള്ളി ഇങ്ങനെ കാലുകൊണ്ട് തട്ടി പറയാം, അത് നമ്മൾ ഓർമ്മിപ്പിക്കും. കാരണം ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തട്ടും പറ്റത് ആലോചിക്കാൻ വേണ്ടി. അങ്ങനെ അപ്പോൾ ചൂടാ ഒന്നുമില്ല
അതാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ വന്ന് അവന് കണ്ടുകൊണ്ട് കാണിക്കും. ഇവിടെ ക്യാമറ വെച്ചിട്ട് സാക്ഷൻ എൻ്റെ എടുക്കണമെങ്കിൽ നമ്മ പറഞ്ഞത് അന്നേരം പറഞ്ഞത് അത് ആലോചിപ്പിക്കും പുള്ളി. അതങ്ങനത്തെ ഉള്ള തമാശകളാണ്. പിന്നെ അദ്ദേഹമുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളറിയാത്തൊക്കെ ഇടണം. പിന്നെ അമ്പിളിച്ചേട്ടനുണ്ട്, അമ്പിളിച്ചേട്ടനൊക്കെ കണ്ട് ഞെട്ടിയിക്കല്ലേ നമ്മൾ. കാരണം ഇപ്പൊ റിഹേഴ്സൽ ചെയ്യുന്ന സാധനങ്ങളല്ലേ ഇടുന്നത്, അതൊക്കെ നോക്കി മസീന് കയറുമ്പോ പിന്നെ മാറുമല്ലോ. റിഹേഴ്സൽ ചെയ്യുമ്പോ ഉള്ളതായിരിക്കില്ല, ടേക്കിൽ വരുമ്പോ ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അമ്പിളിച്ചേട്ടനൊക്കെ കാണുമ്പോ അമ്പിളിച്ചേട്ടൻ അതിനകത്ത് കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് അതുപോലെയുള്ള നടന്മാർക്കൊപ്പം അഭിനേതാക്കൾക്കൊപ്പം ഇപ്പൊ ഇന്നസെന്റ് ചേട്ടനാണെങ്കിലും ജഗതി ചേട്ടനാണെങ്കിലും ഒരു ഗ്യാങ് ആ ഒരു കുറെ സെറ്റ് ഓഫ് നല്ല നടന്മാരോടൊപ്പം വർക്ക് ചെയ്യാൻ ചേട്ടന് അവസരം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം സുരാജ് വെഞ്ഞാറമൂടൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ആ ഒരു സെറ്റ് ഓഫ് കൂട്ടുകെട്ട്. അത് ഈ പറഞ്ഞോട്ട് എനിക്ക് ഈ നേരത്തെ പറഞ്ഞോട്ട് ഭാഗ്യം തന്നെയാണ്. ഈ വന്ന് നമ്മൾ ആ ഗ്യാപ്പ് നമുക്ക് പോത്തൻവാവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 10 വർഷത്തിനുള്ളിൽ കുറേ സിനിമകൾ ചെയ്തല്ല. അപ്പം അങ്ങനെ ഒരാൾ വരുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്യുള്ളൂ. ആ സിനിമ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നടന്മാർ, ഇപ്പം ഉദാഹരണത്തിന് അമ്പിളിച്ചേട്ടൻ, ഇപ്പം മമ്മൂക്ക ഏറ്റവും കൂടുതൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ ജഗതി ചേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം നമ്മളൊക്കെ പേടിച്ചിരുന്നത് ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉള്ളൂടെ നിൽക്കാൻ പറ്റൂല. പക്ഷെ എന്നോട് അങ്ങനെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയത് സാഗർ ഷിയാസ്കില്ലേ, പുള്ളിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അന്ന് അമ്പിളിച്ചേട്ടനായിരുന്നു ആ പ്രോഗ്രാം മൊത്തത്തിൽ. കാരണം ഒരു ലീഡർ എന്ന് പറയാനായിട്ട് അമ്പിളിച്ചേട്ടനായിരുന്നു. മലയാളത്തിലെ അമ്പിളി ടീമായിട്ടാണ് പോണത്. അപ്പം അമ്പിളിച്ചേട്ടനായിരുന്നു മെയിൻ. അപ്പം അന്നേ തൊട്ട് ഈ ഐറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ഐറ്റം കളിക്കാനൊക്കെ ഞാനുണ്ടാവും കൂടെ. ഒരു മാസത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ആയിരിക്കും ചിലപ്പോൾ സിനിമ കണ്ടപ്പോൾ. അല്ലാതെ ആ പുള്ളിയുടെ കൂടെ നിൽക്കാനുള്ളൊരു കഴിവൊന്നും നമുക്കില്ലല്ലോ. പക്ഷേ ഇതുവരെയായിട്ട് ഏറ്റവും അവസാനത്തെ സിനിമ ചെയ്യുന്നവരും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പുള്ളി കാറിലിരുന്നിട്ട് വിളിച്ചപ്പോൾ ബിജുക്കുട്ടൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത്രക്കും അങ്ങനെ അവർക്ക് വലിയ ആർട്ടിസ്റ്റുകളോട് സംസാരിക്കുള്ളൂ. അത്രയ്ക്ക് പരിചയമില്ലാത്തവരോടൊന്നും പുള്ളി അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ സൂപ്പർ സ്റ്റാർ വന്നു എന്ന് അറിഞ്ഞു, എവിടെയായിരുന്നു ബിജുക്കുട്ടൻ എന്നൊക്കെ ചോദിക്കണതേ. അത് അങ്ങനെയൊക്കെ ചോദിക്കണത് നമ്മൾ സ്നേഹമുള്ളവരോട് എല്ലാവരും ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പം നമ്മളിലുള്ള കഴിവല്ല, നമ്മളിലുള്ളൊരു എന്താണ് ഒരു സ്നേഹം കൊണ്ടാണ് അങ്ങനെ. അതാണ് എനിക്ക് അത്രയും സിനിമ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ആദ്യം നമുക്കങ്ങനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ നാളിങ്ങനെ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ നടക്കലും റൂമിൽ ഒഴിവുള്ളപ്പോൾ റൂമിൽ ചെന്നിരുന്ന് കഥ കേൾക്കലും അങ്ങനെ ഇന്ന് തമാശ പറയലും ഒക്കെ ആയിരുന്നല്ലോ ദുബായിലും അവളുടെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു പേടിയെ എനിക്ക് കുറച്ച് മാറലുണ്ടായിരുന്നു. സിനിമയിൽ വരുമ്പോൾ വേറെ സംഭവമാണെങ്കിൽ പോലും സിനിമയിൽ വന്നപ്പോഴും ഇപ്പം എങ്ങനെയുണ്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ അത്. പിന്നെ അമ്പിളിച്ചേട്ടൻ അല്ലാണ്ട് ഇന്നസെൻ്റ് ചേട്ടൻ, അരിശാശോൻ ചേട്ടൻ, സലീം കുമാർ, സുരാജ് അന്നൊക്കെ അവർ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നത് എല്ലാവരുമായിട്ട്. കാരണം മിക്കവാറും പടങ്ങളിൽ നമ്മളെ കാസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പടങ്ങളിലൊക്കെ അവരുണ്ടാവും എന്തായാലും. പിന്നെ ഹ്യൂമറിന് പ്രാധാന്യമുള്ള സിനിമകളാണ് അന്ന് വന്നത്. അപ്പം എല്ലാവരും കൂടെ അഭിനയിക്കാൻ പറ്റി. അത് കഴിഞ്ഞൊരു കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞൊരു 5-6 വർഷം കഴിഞ്ഞപ്പോഴേക്കും യൂത്തല്ല ശരിക്കും പറഞ്ഞാൽ നടന്മാരുടെയും നടിമാരുടെയൊക്കെ മക്കൾ വന്നു തുടങ്ങി. അവരുടെ ലാലേട്ടൻ്റെ മോൻ്റെ കൂടെ, ദുൽഖറിൻ്റെ കൂടെ ആണെങ്കിലും വലിയ കോമ്പിനേഷൻ ഇല്ലെങ്കിലും അൻമരിയ കലിപ്പിലാണ് ആ സിനിമയിൽ ചെയ്തത്. പിന്നെ സുരേഷ് ചേട്ടൻ്റെ ബോഗുല്, അങ്ങനെ മിക്കവാറും നടികളുടെ മക്കളൊക്കെ ആയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റി. അതും ഒരു മഹാഭാഗ്യമാണ്. വലിയൊരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞപ്പം ചോദിക്കുകയാണ്, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള അഭിനയ ശൈലി ഉണ്ടാവും. അതായത് ഒരുപാട് കോമഡി നടന്മാർ നിൽക്കുന്ന നമ്മുടെ അത്രയും സമ്പന്നമാണ് നമ്മുടെ മലയാള സിനിമ. അതിലേക്കാണ് ചേട്ടൻ്റെ ഒരു എൻട്രി വരുന്നത്. ചേട്ടൻ്റെതായിട്ടുള്ള ഒരു ഡയലോഗ് മോഡുലേഷനും ഒരു നോട്ടത്തിലും പോലും ചേട്ടൻ വരുത്തുന്ന ഒരു സാധനമുണ്ട്. അത് ചേട്ടൻ്റെ ടൂളായിരുന്നു. ആ കണ്ണ് തുറത്തിച്ചിട്ട് ആ എക്സ്പ്രഷനും മറ്റു കാര്യങ്ങളും. പിന്നെ കുപ്പി പൊട്ടി പോണല്ലേ, അത് മിക്കവാറും എല്ലാവരും എക്സ്പ്രഷൻ ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഞാനത് ഇത്തിരി എക്സ്പ്രസ് ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. ഒന്നാം തീയതി കുപ്പി പൊട്ടിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കണ്ണൊക്കെ ശരിക്കും പറഞ്ഞാൽ വെളിയിൽ റോഡിൽ കിടക്കും. കണ്ട ഞാൻ ശരിക്കും പറഞ്ഞ ഇത്തിരി മൈന്യൂട്ടായിട്ടാണ് കാണിച്ചാണ്. വളരെ ചെറുതാണ് കാണിച്ചാണ്. സാധാരണ പൊട്ടിപ്പോണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മാറിയെന്ന്.
ഇടിയും കുത്തുവരെ ഉണ്ടായിട്ടുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞില്ല. അല്ലെ, ഈ ഡയലോഗ് മോഡുലേഷൻ ലിജു ചേട്ടൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് കോമഡി ചെയ്യുമ്പോൾ വാഴയിലേക്ക് വരുമ്പോൾ അതൊന്നുമില്ല. അതുവരെ കണ്ട ബിജുകുട്ടൻ ചേട്ടനെ അല്ല, ആ ഒരു മോഡുലേഷൻ തന്നെ മാറി. ഈ കോമഡി പറയുമ്പോൾ ഉള്ള മോഡുലേഷൻ മാറ്റം അത് മനഃപൂർവ്വം സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ചേട്ടൻ അത് ഇടുന്നതാണോ? ഇപ്പോൾ ഉള്ളതല്ലേ വാഴയിലുള്ളതല്ലേ. വാഴയില് ഇപ്പൊ സീരിയസ് റോൾ, കോമഡി ചെയ്യുമ്പോൾ ഉള്ളൊരു ഡയലോഗ് പറയുമ്പോൾ ഉള്ളൊരു മോഡുലേഷൻ അത് മിക്കവാറും നമ്മൾ ഈ 5 സ്റ്റാർ തട്ടുകട എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രാം നമുക്ക് ഇതുപോലെ ലൈവ് സൗണ്ട് ആണല്ലോ, സിംഗ് സൗണ്ട് ആണല്ലോ. അപ്പോൾ ശരിക്കും ഡബ് ചെയ്യണ്ട നമുക്ക്. അപ്പോൾ നമ്മൾ അന്നേരത്തുള്ള കുറച്ചും കൂടിയും ലൈവായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓഡിയത്തിലൊക്കെ കളിച്ചിട്ട് ഒരു സ്കിറ്റ് കളിക്കുന്ന പോലെയൊക്കെയാണ് അത് ചെയ്യണം. ഒരു അഭിനയിക്കുന്ന പോലെ അല്ല. നമ്മൾ സാധാരണ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിച്ചാൽ മതി. അപ്പം അതിനകത്ത് ഒരു ഈ മുതലാളിയും ഇയാളുമായിട്ടുള്ള ബിജുക്കുട്ടനും മുതലാളിയായിട്ടുള്ള എപ്പോഴും കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പുള്ളി ഒരു ഹൈ റേഞ്ച് സംസാരിക്കുന്ന ആളും പിന്നെ മറ്റേ പുള്ളിക്കാരെന്ന് വെച്ചാൽ ഒതുങ്ങിയൊക്കെ സംസാരിക്കുന്ന ആളാണ്. അപ്പം ആ ഒരു സാധനം പോത്തൻപാവയിൽ വന്നപ്പം ആ ഒരു സാധനം നല്ലതാണ്ട. അത് മമ്മൂക്ക ടിനി ടോം അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ അവിടെ ടിനി ടോം ബിജുക്കുട്ടനാണെങ്കിൽ ഇവിടെ മമ്മൂക്ക ബിജുക്കുട്ടൻ അവിടെ ഇവിടെ വാവയും ഇവിടെ ഈ മാറാമ്പൽ എന്ന സാധനം. അപ്പം ആ ഒരു ടോണിൽ പിടിച്ചാൽ നല്ലതായിരിക്കും. കാരണം അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണതാണല്ലോ. അപ്പോൾ ആ സിനിമക്ക് അത് ആപ്റ്റായിരുന്നു, പോത്തൻപാവക്ക് ആപ്റ്റായിരുന്നു. അതുപോലെ ഡബ് ചെയ്യാനും എല്ലാം കാര്യങ്ങളൊക്കെ പറ്റി. പക്ഷെ രണ്ടാമത്തിൽ ചെന്നപ്പോൾ അത് കുഴപ്പമില്ല, അത് വലിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നണില്ല. ചോട്ടാവുമ്പോൾ വരെ ഗ്രാൻഡായിരുന്നു. പിന്നുള്ളവരൊക്കെ അതുമ്മ പിടിച്ചു, അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച്. പിന്നെ നമ്മളൊരു ഇത് കുറച്ച് സ്പീഡിലൊക്കെ കളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ, 3 സ്പീഡിലൊക്കെ കളിക്കുന്നത്. പക്ഷെ അതുപോലെ സ്പീഡിൽ നമുക്ക് ഒരു ക്യാരക്ടർ വരുമ്പോൾ അങ്ങനെ അത്ര സ്പീഡിൽ കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് കൺവിൻസിങ് കുറച്ച് പ്രശ്നമായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ താളമൊക്കെ താഴ്ത്തി ഇട്ട് വേണം. നമുക്കറിയാം സീരിയസ് സംസാരിക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടി മാറ്റണം. ഒരു ഇനിയുള്ളൊരു സിനിമയിൽ ഈ ഒരു സെറ്റ് ഓഫ് കുറേ സിനിമകൾ ചേട്ടൻ ചെയ്തതിൽ പെട്ടെന്ന് നമുക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്. അതിലേറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അടികപ്പേരി കൂട്ടമണിയിലുള്ള കഥാപാത്രം. അത് മൊത്തത്തിലൊരു ത്രൂ ഔട്ട് ആ പേടിക്കുന്ന സീനൊക്കെ നമ്മളെ ചിരിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. ആ ഒരു സിനിമ അതും ഒരു സെറ്റ് ഓഫ് ചെറുപ്പക്കാരോടൊപ്പമുള്ള സിനിമയായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ എങ്ങനെയായിരുന്നു? അത് എന്താണ്, കുഞ്ഞുരാമായണം കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ പടം ആണ് അത്. ഈ കുഞ്ഞുരാമായണത്തിലേക്ക് ഈ പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടിയും ഈ ടോണൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തൊരു ക്യാരക്ടർ കുറച്ച് ഇവരുടെ കൂട്ടത്തിൽ ഒരു ഇത്തിരി സൈലൻ്റായിട്ട് ഭക്ഷണത്തിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ മതി പുള്ളിക്ക്. അപ്പോൾ അതിനകത്തൊരു മിതത്വം ഉണ്ട് കുറച്ച്, ഈ പണ്ടത്തെ സിനിമേനേക്കാളും കുറച്ചും കൂടി. പിന്നെ അടിയപ്പിയാർ 2ാമത് വന്നപ്പോൾ പറഞ്ഞ ചേട്ടാ അത്രയും അങ്ങോട്ട് താന്നു പോകണ്ട, നമുക്കിത് ഇത്തിരി ഹൈ ആയിട്ട് ഇത്തിരി എന്താ പറയണത് ഇത്തിരി വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് പുള്ളിക്കാരൻ. അപ്പോൾ കുറച്ചും കൂടി ഓടി ഇത്തിരി സംസാരിച്ചോ, അപ്പോൾ എന്നാലും അത്ര സ്പീഡും വേണ്ട. അപ്പോൾ അതിനിടയിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അങ്ങനെയാണ് ചെയ്താക്കണത്. കുറേ ഇത് ചെയ്യാതെ ആണ് ചെയ്താക്കണത്. അതിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നണത് അതിനകത്ത് നമ്മൾ ഈ കുഞ്ഞുരാമായണത്തിൽ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. അതായത് നമ്മുടെ ധ്യാനും അത് അജു വർഗീസും അതുപോലെ നീരജ് ഒക്കെ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ നേരത്തെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ നമ്മളെന്തായാലും ശ്രദ്ധിച്ചൊക്കെയാണ് ചെയ്തത് അടിയപ്പേര് കൂട്ടമണി. അതിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ട് ആളുകൾ പുതിയതായിട്ടല്ല. എനിക്ക് തോന്നുന്നു മുകേഷ് ഏട്ടൻ അച്ഛനായിട്ട് ഞാൻ ഒരു സിനിമയിൽ മാത്രം മുകേഷ് ഏട്ടൻ അതിക്ക് മുന്നേ ചെയ്തിട്ടുള്ളൂ. മുകേഷ് ഏട്ടൻ ഈ പറഞ്ഞിട്ട് ഭയങ്കര ടൈമിംഗ് ഉള്ള ആളാണല്ലോ. മുകേഷ് ഏട്ടൻ്റെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം കൗണ്ടറൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ കഥയൊക്കെ നമ്മളെപ്പോഴും കേട്ടിരിക്കുകയാണല്ലോ. പക്ഷേ പുള്ളിയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മളെ ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ നമുക്ക് അറിയാമല്ലോ. പിന്നെ ആ ക്യാരക്ടർ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നത്. എപ്പോൾ വിളിച്ചാലും ചെല്ലുന്ന സാധനമായിരുന്നു. കാരണം ശാന്തപ്പൻ എന്ന് പറഞ്ഞ സാധനം അന്നേ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരാണ് ആ പാട്ടിന്റെ ഉപജ്ഞാതാവ്? മറ്റേ യേശുവറും പാവമ്മ. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാണ് അത് മിക്കവാറും അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണത്. അത് ഈ
ഈ കരോളിനൊക്കെ പോകില്ലേ, ഇപ്പോഴാണല്ലോ സംഗീതമൊക്കെ അടിപൊളിയായിട്ടൊക്കെ സംഗീതമൊക്കെ ചെയ്തൊക്കെ പാട്ടൊക്കെ ഇറക്കി കരോൾ ഗാനമൊക്കെ ഇറക്കണത്. അന്നത്തെ കാലത്ത് നമ്മൾ ഈ പാട്ടൊക്കെ കൂട്ടിയിട്ട് നമ്മളങ്ങൾ പാടല്ലേ. അപ്പോൾ അതൊക്കെ മതി അന്ന്, അതൊരു രസമാണത്. ഈ പാട്ടയമൊക്കെ കൂട്ടിക്കൊണ്ട് അന്ന് ദിലീപേട്ടൻ്റെ പടം ഹിറ്റായിട്ടിരിക്കുന്ന സമയത്താണ് മറ്റേ ഇത് എന്താ ചാന്തുപൊട്ടിലെ പാട്ടാണത്. മിക്കവാറും അന്നത്തെ കരോൾ ഗാനങ്ങളൊക്കെ ഈ ബിഷ്കണി എന്നൊക്കെ പറഞ്ഞത് ഈ സിനിമ പാട്ട്, ഹിറ്റായ സിനിമ പാട്ടുകൾ നമ്മൾ പറിച്ച് പാടുക എന്നുള്ളതാണ്. അത് ആ കാലത്ത് ഈ പാട്ട് ഹിറ്റായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ പാട്ട്. പക്ഷെ അന്നൊന്നും ഇത്ര തമാശ ഉണ്ടായിരുന്നില്ല അതിന്. അന്ന് നമ്മൾ ഈ സാധനമൊക്കെ പാടിക്കഴിയുമ്പോൾ അതെ പാടുമ്പോൾ ഈ മറ്റേ പപ്പാഞ്ഞി വെച്ച് മുഖമൊക്കെ വെച്ച ആൾക്കാർ അതങ്ങ് കേട്ടിരിക്കും, നമ്മളങ്ങോട്ട് പാടിപ്പോവും എന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഇത്ര ഒരു എഫക്റ്റ് അന്നൊന്നും കിട്ടിയിരുന്നില്ല. നമുക്കത് എന്തെങ്കിലും പൈസ കിട്ടുക വാങ്ങിച്ച് പോരുക എന്നൊക്കെ ഉള്ളല്ലോ. അത് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നില്ല. അത് സിനിമയിൽ വന്നപ്പോൾ സിനിമയിൽ ഞാൻ ചുമ്മാ പാടിയാണ്. അപ്പം അജി പറഞ്ഞ് ചേട്ടാ അതേ ബിജു ചേട്ടനൊരു പാട്ട് പാടുന്നുണ്ട്, നല്ല രസമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വിജയചേട്ടനും സാൻഡ്ര തോമസ് ഉണ്ടായിരുന്നു. സാൻഡ്ര പറഞ്ഞൊന്ന് പാട് കേട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടി. ഇത് കുഴപ്പമില്ല, നമുക്കിത് ഓപ്ഷനിൽ വെക്കാമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യിപ്പിച്ചെന്നെ കൊണ്ട് ഇത് നമുക്ക് ഓപ്ഷനിൽ വെക്കാം. ഞാനും പറഞ്ഞ് ഞങ്ങൾ വെറുതെ പാടിയിരുന്നാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ അത് പറ്റൂല. ആ സമയത്തും പുള്ളി വിജയചേട്ടൻ വളരെ ശ്രദ്ധിച്ചാണ് അത് കൊള്ളാം, നമുക്ക് ഇട്ടാക്കാന്ന് ഓൾറെഡി അങ്ങോട്ട് പറഞ്ഞില്ല, നമുക്കിത് വെച്ചിരിക്കാം, ഇത് ഓപ്ഷനിൽ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. കാരണം യേശുവിനൊക്കെ ഉള്ള സംസാരം, യേശുവിനെ വേറെ ഒന്നും പറയണമെന്നല്ല, യേശുവിൻ്റെ ഒരു ആരാധകനാണ് പുള്ളി, അത്രേ ഉള്ളൂ. യേശുവിനോട് സഹതാപമുള്ള ഒരാളാണ്. പക്ഷെ പാട്ട് പാടിയപ്പോൾ പുള്ളിക്കാരത്തിൽ കവിത്തൊക്കെ കൂടി പോയി. യേശുവിനുള്ള സ്നേഹം കൂടിയിട്ട് നമ്മൾ അങ്ങനെ ആയി പോകില്ലേ, ദുഃഖവും ദേഷ്യവും എല്ലാം ഇങ്ങനെ കൈ നിന്നിട്ട് വേറെ ഏതെങ്കിലും സീനുണ്ടോ സിനിമയില്? സിനിമയിൽ അങ്ങനെ കയ്യിന്ന് ഇട്ടിട്ട് ഞാൻ ചോദിച്ചിട്ടൊക്കെ ഇട്ടാക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ക്ലിക്കായതെങ്കിലും ഒന്ന്? ക്ലിക്കായത് ഇപ്പം ഈ പറഞ്ഞത് ആണ്. പിന്നെ എനിക്ക് തോന്നണം ഒരുപാട് സിനിമയിൽ എന്തെങ്കിലും സജഷൻസ് പറയുമ്പോൾ മറ്റേ ഇത്രയും ഹൈ ആയിട്ടുള്ള സാധനങ്ങളില്ല. സിനിമക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. പിന്നെ നമ്മൾ അന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവുമല്ലോ, വിളിച്ചേട്ടനൊക്കെ കൂടി ഇരുന്നിട്ടൊക്കെ ഉള്ളൊരു പരിപാടി ആയിരിക്കുള്ളൂ. ഏതെയോ സിനിമയിലൊക്കെ എന്തോ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അത് പെട്ടെന്ന് ചോദിച്ചു നോക്കിയിട്ട് ഞാൻ ഇനി കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഇപ്പൊ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഓർമ്മകൾ അതിലുണ്ടെങ്കിൽ അത് കൂടെ ഉൾപ്പെടുത്താം. ഇപ്പൊ പറഞ്ഞതാണ് പഴയ ട്രൂപ്പ് ആദ്യമായിട്ട് ഗൾഫ് ഷോക്ക് പോയത്. ആദ്യമായിട്ട് ഗൾഫ് ഇത് ഇവിടെ കിട്ടിയത് ആദ്യമായിട്ട് ഗൾഫ് അമ്പിളിച്ചേട്ടൻ്റെ പരിപാടിയാണത്. ആദ്യമായിട്ട് ഗൾഫിൽ പോയത് എനിക്ക് തോന്നുന്നു 1999 ആണെന്ന് തോന്നുന്നു. 99 എന്നായിരുന്നു, സർപ്രൈസ് 99 എന്നായിരുന്നു അതിൻ്റെ പേര്. അത് അതാണ് ഞാൻ പറഞ്ഞത്. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ പോയിട്ട് ഒരു മാസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട്. ഭയങ്കര അതെനിക്ക് ആദ്യത്തെ ഗൾഫ് യാത്ര മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഇങ്ങനെയും കൂടി ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ലോകം അറിയപ്പെടുന്നൊരു കലാകാരൻ്റെ കൂടെ പേടിയില്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹം സ്നേഹം തോന്നിച്ചൊരു സമയം കൂടിയാണത്. പെട്ടെന്നാണ് ഞാൻ അമ്പിളിച്ചേട്ടനെ കാണുന്നെങ്കിലും ചിലപ്പോൾ വലിയ സിനിമയിലൊക്കെ ചിലപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി പോകും. പുള്ളിക്കും ചിലപ്പോൾ ഇത് ആരാണെന്നൊക്കെ ചോദിക്കേണ്ടതെന്ന് തന്നെ. പക്ഷെ അതൊരു ഭയങ്കര ഭാഗ്യമാണത്. അത് എനിക്ക് കിട്ടിയേക്കണ മാത്രം ഭാഗ്യമാണത്. അത് തലയും ഫ്രണ്ട്സ് ഈ ലുക്കൊക്കെയാണ് എനിക്കൊക്കെ ഇത് തന്നെയുള്ള ഒരു വേറെ തന്നെ ടീഷർട്ടും അതിന്റെ ലുക്കും ഒക്കെ വേറെ തന്നെ ആയിരിക്കും. അതെ അതെ, ചെഗുവേരയുടെ എന്തോ ചെഗുവേരയാണ് ബനിയനിലുള്ളത്. പിന്നെ ലോക്ക് ഇട്ടിട്ട് അത് എനിക്ക് തോന്നണ ആ സീൻ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊച്ചു പ്രവൻ ചേട്ടൻ മറ്റേ ജപ്തിയായിട്ട് വന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്. എന്നിട്ട് ജപ്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് ജപ്തി വരുമ്പോൾ നമുക്ക് ലാലേട്ടന് മനസ്സിലായി എന്താ പരിപാടിയെന്ന്. നമുക്ക് ആ കുറയില്ല. ലാലേട്ടൻ ഞങ്ങളറിയാണ്ടാണ് മറ്റേ ഇതെടുത്ത് ആധാരം എടുത്ത് വിറ്റാക്കണല്ല നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട്. നമുക്കറിയാം നമ്മൾ തല്ലാനാണെന്നാണ്. കൊച്ചു പാവത്തിനെ തല്ലാൻ 5 പേരും ഇങ്ങനെ 4 പേരും കേട്ടോ. കൊച്ചു പ്രവൻ ചേട്ടൻ തല്ലാൻ ടൂൾസ് എടുക്കട്ടെ എന്ന് നോക്കിയിട്ടുണ്ട്. കൊച്ചു അങ്ങനത്തെ അതിൻ്റെ ഒരു ഫോട്ടോ ആണത്. ഇത് മധുരരാജയുടെ സെറ്റിലുള്ള ഒരു ഫോട്ടോ. മധുരരാജ അത് ജയ് അത് ജയുടെ കൂടെ ഒരു സോങ്ങിന് ഉള്ള അത് കല്യാണ ഫോട്ടോ. ഇരുന്നിട്ടൊക്കെയാണ് കല്യാണം കഴിച്ചത്.
പറഞ്ഞോളൂ. അത് കല്യാണത്തിന് ഫോട്ടോ, അത് എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ വരുന്നതിന് മുമ്പാണ്, മിമിക്രി ആയിട്ട് നടക്കുന്ന സമയത്ത്. സാധാരണ എന്താണ് അന്ന് സലിംകുമാറിൻ്റെ ട്രൂപ്പിൽ കളിച്ചിട്ടുണ്ട്. സലിംകുമാറിൻ്റെ ട്രൂപ്പിലാണ് ഇപ്പോൾ സിനിമയിലൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ചാനലിലൊക്കെ വന്നില്ലേ, ആ ചാനലിലേക്ക് വരുന്നതിന് മുമ്പ് പ്രോഗ്രാം ഏകദേശം ഒരു പ്രൊഫഷണൽ ടീമില്ല, ലാസ്റ്റ് ഒരു ടീം എന്ന് വെച്ചാൽ സലിംകുമാറിൻ്റെ ടീമാണ്, കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന് പറഞ്ഞത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് സലിംകുമാർ. അപ്പോൾ ആദ്യത്തെ വർഷം എന്നോട് ചോദിച്ച് നമുക്ക് ട്രൂപ്പ് തുടങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വർഷം ഞാനിങ്ങനെ ഒരു കൊച്ചിൻ രസിക എന്ന് പറഞ്ഞ ട്രൂപ്പിൽ കളിക്കുകയാണ്, അടുത്ത വർഷം വരാം. അന്ന് കുറച്ച് എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വർഷം തുടങ്ങി വെക്കാം, നീ അടുത്ത വർഷം വന്നാൽ മതി എന്ന് പറഞ്ഞ് അടുത്ത വർഷം പിറ്റേ വർഷം ഞാൻ 2-3 വർഷം അതിനകത്ത് സഹകരിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഈ ചാനലിലേക്ക് സവാരി രീതിയിലേക്ക് പോകുന്നത്, 5 സ്റ്റാർ തട്ടുകടയൊക്കെ വരുന്നത്. ഇപ്പോൾ ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസി കിഡ്സ് ആദ്യം പറയുന്ന മോളോടൊപ്പമുള്ള ഡാൻസിനെ കുറിച്ചിട്ടായിരിക്കും. എന്താ ഇപ്പൊ ഇത്ര ലേറ്റ് ആയിട്ട് ഈ ഒരു കഴിവ് പുറത്തെടുക്കാൻ? ഈ സമയത്താണ് വേണ്ടത്. കാരണം ഇപ്പൊ ഈ ജെൻസികളൊക്കെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചോട്ടാ മുമ്പ് റിലീസിന് ശേഷമാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഈ ജെൻസി പിള്ളേർ ഈ സാധനങ്ങൾ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വെള്ളത്തിന് ഓടുന്ന സാധനം, മറ്റേ ഓടി റൗണ്ട് ജീപ്പിൽ കയറുന്ന സാധനമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഏത് സിനിമയാണ് ചിലപ്പോൾ അറിഞ്ഞാൽ പോലും ഇത് ഏത് സിറ്റുവേഷനിലാണെന്ന് അറിയാൻ പാടില്ല. ഒരു പീസല്ലേ കാണുന്നത്. ഈ റിലീസ് കഴിഞ്ഞപ്പോൾ അത്ഭുതത്തോടെ എന്നെ നോക്കിയിട്ടുണ്ട്. നിങ്ങളാണ് ഈ ലാലേട്ടൻ്റെ കൂടെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണിച്ചതൊക്കെയാണ് ഈ സിനിമയിൽ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതെ. അപ്പം അവരിത് ഒരു സിനിമയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ റിലീസിനാണ് ഇവർ ഒരു സിനിമയായിട്ട് ചോട്ടാകുമ്പോൾ കാണുന്നത്. അത് ഭയങ്കര അതിശയമായിരുന്നു. കാരണം അതോടുകൂടി നമുക്ക് ഈ എന്താ പറയുക ഈ ജെൻസി പിള്ളേർ ഭയങ്കര ഫാനായി. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡാൻസും കൂടെ അപ്പൊ കളിക്കണമെന്ന് ശരിയല്ലെന്ന് നമുക്കറിയാം. വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലി തന്നെയല്ലേ, മക്കളും. പിന്നെ അത് മോള് ഞാനും ഡാൻസ് കളിക്കുമ്പോ വൈഫ് ക്യാമറയും ഇളയമോള് സൗണ്ട് വീട്ടിൽ തന്നെയാണുള്ളത്, പുറത്ത് അങ്ങുമില്ല. അവരിക്കുമ്പോൾ അത് സന്തോഷം. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മള് കളിക്കണത് അറിഞ്ഞോണ്ട്, അറിയുന്ന ആൾക്കാർ ഒരിക്കലും അങ്ങനെ കളിക്കില്ലല്ലോ. പക്ഷെ നമുക്ക് കളിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് അരോചകത്വം തോന്നുന്ന ഒരു പരിപാടിയല്ല. പിന്നെ എപ്പോഴും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആളുകളൊക്കെ ഇപ്പം പറഞ്ഞിട്ട് നമ്മൾ അമ്മയുടെ മീറ്റിങ്ങിനും അവിടെയൊക്കെ ചെയ്യുമ്പോൾ നടന്മാരെ കാണുമ്പോൾ നടികളെ കാണുമ്പോൾ ചേട്ടൻ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, അത് വേണം, അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യം. പലരും ചോദിക്കുന്നത് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നോ, ഇത് ആരും അറിഞ്ഞില്ലല്ലോ. ഡാൻസ് കണ്ടാണ്, ഡാൻസ് കണ്ടാണെന്നാണ് ഈ സിനിമക്ക് വിളിക്കാത്തത്. ഇത്രയൊക്കെ കാര്യം അതല്ല, അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ചില സാധനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ അറിഞ്ഞുകൊടുക്കില്ല, അതിനോട് ഭയങ്കര താല്പര്യമായിരിക്കില്ല. ഡാൻസിനോട് എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ചലിച്ചു പോകുന്നുള്ളൂ. നല്ല ബീറ്റുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ കാലിങ്ങനെ ചലിച്ചു പോകും. അപ്പോൾ ഈ ഗാനമേളക്കൊക്കെ അന്ന് പോണ പരിപാടിയുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങുന്നത്, അന്നത്തെ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് ഗാനമേള ഒരുപാട് കേൾക്കും. മിമിക്രി പരിപാടികൾ, ഈ ഓസ്കാർ, കലാഭവൻ അങ്ങനെയുള്ള പരിപാടികൾ കാണാൻ പോകും. അപ്പോൾ ഈ ഓർക്കസ്ട്ര ഗാനമേളക്ക് ഈ തമിഴ് പാട്ട് ഒക്കെ വെക്കുമ്പോൾ ഈ ഞാൻ തന്നെ എഴുന്നേറ്റ് ഇന്നിപ്പോ കളിക്കണില്ലേ, ഇതൊക്കെ നമ്മൾ നേരത്തെ കളിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയിലായിരുന്നു ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ. ഇത് തന്നെയാണത്, ഇത് തന്നെ സംഭവം. ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയിലെ ആ ഒരു സോങ് ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം അതിനകത്ത് താളത്തിൽ കയറ്റിയാക്കുന്നതാണ്. അപ്പം നമ്മൾ കറക്റ്റ് താളത്തിന് കളിക്കുന്നുണ്ട്, എന്തിങ്ങനെ കളിക്കുന്നുണ്ട്. ശരിക്കും സിനിമയിൽ അതല്ല. സിനിമയിൽ ഹരിമുരളീരവത്തിനാണ് ആ പാട്ട് കളിക്കണം. ആലോചിക്കണം, ഹരിമുരളീരവം അടിച്ചിട്ടേ റോളുകൾ വേറെ തന്നെയാണ് ചേട്ടൻ ചെയ്യുമ്പോ. കൊഹിനൂറിലെ ചെറിയ സീന് അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഗാന്ധിജിന്റെ നോട്ടെടുത്ത് നോക്കിയിട്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നത് ഡയലോഗ് ഉണ്ടായിരുന്നില്ല അതിനകത്ത്. എന്നോട് പറയണത് ചേട്ടാ ഡയലോഗ് ഒന്നുമില്ല, 2 പോർഷനിൽ ചേട്ടൻ വന്നു പോകുന്നുണ്ട്. ഡയലോഗ് കഴിഞ്ഞിട്ടാണ് ഡയലോഗ് ഇല്ലെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടനെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് ചെയ്യാം, വെറുതെ ഇരിക്കല്ലേ. പിന്നെ ആസിഫ് അലിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ
അതെ. ഫസ്റ്റ് പടം. അതെ. ഞാൻ പറയാം ഞാൻ കണ്ണൂര്. അപ്പം ചേട്ടൻ വേറെ ഒന്നും വിചാരിക്കരുത്, ചേട്ടൻ ചെയ്തതെന്നായിരിക്കും, ഡയലോഗ് ഒന്നുമില്ല. ആ 2 പൊസിഷൻ എനിക്ക് പറഞ്ഞു തന്നു. അത് ഭയങ്കര കാര്യമാണ്. രണ്ടാമത് വന്ന് തുറക്കണതൊക്കെ ജനങ്ങൾ ഞെട്ടിപ്പോണ സാധനം. ഭയങ്കര രസമായിരുന്നു. അപ്പൊ പിന്നെ നമ്മളവിടെ ചെന്നപ്പോ സംസാരിക്കാതിരിക്കാൻ പറ്റണില്ല. അപ്പൊ അന്ന് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോന്ന് കേട്ടുള്ള സാധനങ്ങളാണ് ആ പറഞ്ഞത്. ആസിഫ് അലിനോട് സുന്ദരനാണ്ടെന്ന് പറയുന്നത് അവിടെ തീർന്നു വന്ന് ഇത് എടുത്തിട്ട് താഴെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ ചെമ്പൻ വിനോദനെ നോക്കിയിട്ടും പറയും സുന്ദരനാണ്. അത് രസമാണ്. ഇത് നിങ്ങളുടെ സുബീനെ കുറിച്ച്. ഇത് നമ്മള് സൂര്യ ടിവിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തത്. എനിക്ക് തോന്നുന്നു സുബിയായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം. ഞാനും ടീനിയും ഒക്കെ ഉള്ളൊരു പരിപാടി, സൂര്യ ടിവിയുടെ പരിപാടി. ഷാജിയൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു സുബിയുടെ കൂടെ ചെയ്യുന്ന ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഗ്രാമാണെന്ന് തോന്നണം. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമ്മുടെ സിനിമയാണ് പൃഥ്വിരാജാണെന്ന് മെയിൻ ഒരു അവാർഡ് നൈറ്റായിരുന്നു അത് സൂര്യ ടി വി നടത്തിയിരുന്നത്. അപ്പോൾ അതിനകത്തൊരു സിനിമയുടെ സ്പൂഫ് ചെയ്തതാണ് നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ആരും തന്നെ പിന്നെ സുബി സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനെന്തോ ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു പടം. ഞങ്ങൾ എന്താണ് അജു വർഗീസ് നായകനായിട്ടുള്ള പടം. അപ്പോൾ അത് അന്ന് ഇന്ദ്രസേട്ടൻ ഉണ്ട്, ഞാൻ വിജയബാബു ചേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അർദ്ധരാത്രിയിലെ കൂടെ ഇറങ്ങിയിട്ടില്ല അത്. അപ്പോൾ അതിനെടുത്ത വയനാട് വെച്ചെടുത്ത ഫോട്ടോ ആണത്. ഇത് ARMലെ ഞാനും സുധീഷ് ഞങ്ങളെപ്പോഴും അപ്പുറം റൂമിലാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു ദിവസം വെറുതെ എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചോദിച്ചിട്ട് ഇപ്പൊ അന്ന് പ്രതീക്ഷിച്ചായിരുന്നു അടുത്തൊരു സിനിമ നിങ്ങൾ ഒരുമിച്ചാണ് അച്ഛന്മാരായിട്ട് വരാൻ പോകുന്നതെന്ന്? ഇല്ലില്ല. അന്ന് എനിക്ക് തോന്നണം വാഴ വന്നിട്ടില്ല. വാഴ വന്നിട്ടില്ല. വാഴ ഫസ്റ്റ് വന്നിട്ടില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ എത്തും. ശിവൻ ചേട്ടൻ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഏറ്റവും ഈ ഒരു ക്യാരക്ടറാണ് എന്ന് വാഴയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു പോർഷനെ കുറിച്ചിട്ട് സിനിമ എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കാണാൻ പോയ അനുഭവം എന്തായിരുന്നു? ഇദ്ദേഹത്തെ ചേട്ടനെ കാണാൻ വന്നാണോ അല്ലെ ചേട്ടനായിട്ട് കാണാൻ പോയതാണ്? പുള്ളി സിനിമ കണ്ടിട്ട് വിഷുവിൻ്റെ അന്ന് വീട്ടിലേക്ക് വന്നാണ്. പുള്ളിനെ ഇതുപോലെ തന്നെ ഇത്രയും 10-15 വർഷമായിട്ട് ആർക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല. ആ പുള്ളിക്ക് അതിനുള്ള താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സിനിമ കണ്ടപ്പോൾ പുള്ളിക്കത് എന്നെ കാണണമെന്ന് തോന്നി. പിന്നെ അത് എഴുതിയ വിപിനെ കാണണമെന്ന് തോന്നി. എടുത്ത ഡയറക്ടർ സവിനെ കാണണമെന്ന് തോന്നി. പിന്നെ അത് എൻ്റെ വീടാണല്ലോ അടുത്ത് കിടക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിലേക്ക് വൈഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിൻ്റെ അന്ന് തന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ അമ്പലത്തിലൊക്കെ പോയി വരൂലേ, കുറിയൊക്കെ തൊട്ട് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. കാരണം നമുക്ക് നമ്പറൊന്നുമില്ലല്ലോ. അപ്പോൾ വിഷുവിന് ഞാനുണ്ടെന്ന് ഉള്ള ഇതിൽ വന്നാണ് പുള്ളി. അപ്പോൾ കണ്ട് ഞാൻ നോക്കിയപ്പോൾ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ വലിയൊരു മനുഷ്യൻ, ഒരു ഭാര്യയുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഈ പടം ഇറങ്ങിയപ്പോൾ നമുക്ക് അതിലെ കൂടി വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റോഡായതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ കയറും. അതിൽ നമ്മുടെ അയൽവക്കം അല്ലാത്ത ആളുകൾ പോകുമ്പോൾ ഇതാണ് വീടെന്ന് പറയുമ്പോൾ കയറി സംസാരിക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വന്നായിരിക്കും. ഞാൻ ചോദിച്ചു എവിടെയാണ് വീടെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ് മറ്റേ പടക്കം പൊട്ടിച്ച ഞാനാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഡോറ് പതുക്കെ ചാരി. കാരണം ഞാൻ ചാരി. കാരണം പുള്ളി വളർത്താനാണോ കൊല്ലാനാണെന്നറിയില്ല ഒന്നാക്കണത്. എന്താണ് പുള്ളിയുടെ എന്നറിയില്ല. അങ്ങനെ കൈ കെട്ടി പുറയിൽ നിൽക്കണമുണ്ട്. ഇങ്ങനെ ഭയങ്കര വലിയ മനുഷ്യനാണ്. മറ്റേ മോഹൻ ജോസ് എന്നൊക്കെ പറഞ്ഞാൽ കിരിക്കാടൻ ജോസ് എന്ന് അറിയില്ലേ, അത്രയും ഹൈറ്റും അത്രയും വെയിറ്റും ഉണ്ട്. പക്ഷെ ഭയങ്കര പാവം, നല്ല മനുഷ്യരിൽ നല്ല ഒരാൾ. അതുകൊണ്ടാണ് വന്നപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് തന്നെ ഉമ്മയൊക്കെ തന്ന് ഭയങ്കര സന്തോഷമായി. മോനാണ് വിളിച്ചു പറഞ്ഞത്. അന്ന് കരഞ്ഞു വന്ന മോനാണ് വിളിച്ചു പറഞ്ഞത് ജോലി സ്ഥലത്ത് നിന്ന്. അച്ഛനമ്മയും പോയി കാണണം കേട്ടോ പടം, ഞാൻ വന്നിട്ട് നമുക്ക് ഒന്നിരിക്കലും ഒരുമിച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു വിശ്വാസം വന്നു പടത്തിന്. അപ്പോൾ അങ്ങനെ പോയി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ അതാണ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. പിന്നെ അപ്പം തന്നെ ഞാൻ അവരെ വിപിനെ വിളിച്ചപ്പോൾ അന്ന് വിഷുവൊക്കെ അതിൻ്റെ ഒരു പടത്തിൻ്റെ 2 ദിവസമായിട്ടുള്ളൂ പടം റിലീസായിട്ട്. തിരക്കായിരുന്നു. അപ്പം തന്നെ വിപിൻ വിളിച്ചപ്പോഴേക്കും പുള്ളി പോയി. ഒരു 15 മിനിറ്റ് വീട്ടിൽ നിന്നുള്ളൂ. അപ്പം തന്നെ പോയി.
അത് ഭയങ്കര ഒരു കാര്യം. അത് ഭയങ്കര എന്താണ് നമുക്കത് എന്താ പറയണത്, അത് ഇത്രയും നാളും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ജനങ്ങൾ ഇതാരാണെന്ന് ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു വേറൊരു ഫോട്ടോ ഉണ്ടായി ചേട്ടൻ്റെ അന്ന് നോക്കിക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത് വന്നത്. ഞാനൊരു സാങ്ഷനൊക്കെ ചോദിച്ചു, ഞാനൊരു ഫോട്ടോ ഇത് എടുത്തിട്ടുണ്ട്, ഞാൻ ഇട്ടോട്ടെ, അതിട്ടോ ബിജു ഇട്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ കാണുന്നുണ്ട്, നല്ല ഇഷ്ടമുണ്ട് കേട്ടോ, അടിപൊളിയാണെന്ന് പറഞ്ഞു. കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ നമ്പറിൽ നിന്നല്ല വിളിച്ചാണ്, ഞാനങ്ങനെ ശല്യപ്പെടുത്തുന്നത് വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ചാണ്. ഇനി ഇതുപോലെ ഒരുപാട് കാലം ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന നല്ല നല്ല കുറേ സിനിമകൾ, ഇതുപോലെ കഥകൾ പറയാൻ ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സന്തോഷം. എന്തായാലും ഞാനും അതിനുവേണ്ടി ശ്രമിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.